ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ സ്വാഗതം. നമ്മൾ എംപുരാനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്ത് ഈയിടെയായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്നതിന് ഓരോന്നിനും ഒക്കെ നമുക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. ചില കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നുമ്പോൾ ഒരു വീഡിയോ ചെയ്യും. ഇഷ്ടമുള്ളവര് പലരും കാണുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവർക്ക് ഫ്രീഡം ഉണ്ട്, എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാനൊക്കെ ഉള്ള. ഈ വീഡിയോയിൽ എന്താ പറയാ വെച്ചാല്, ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയില് ഞാൻ പറഞ്ഞ, അതായത് കുറെ നാളുകൾക്ക് ശേഷം പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റ് വരുന്നു, ഒരു അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ആ അപ്ഡേറ്റ് എനിക്ക് ഇന്നലെ രാത്രി ആ അപ്ഡേറ്റ് കണ്ടപ്പോൾ എനിക്ക് അതിൽ ഒരു നെഗറ്റീവ് വശം കൂടി അതിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. അപ്പൊ അതിന്റെ ഒരു റീസൺ കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളിൽ പലതും സത്യമായിരുന്നു എന്നുള്ളത് ന്യൂസുകൾ ഇപ്പൊ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ആ പോസ്റ്റ് തുടങ്ങാം. ഇന്നലെ രാത്രി 12 മണിക്കാണ് പൃഥ്വിരാജ് ഷെയർ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഒരു എത്ര സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടുണ്ട്. സോ ഒപ്പം തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുകയും ചെയ്തു. ആ ഒരു പോസ്റ്റിൽ എനിക്കൊരു അബ്നോർമാലിറ്റി തോന്നാൻ കാരണം എന്ന് വെച്ചാല്, യൂഷ്വലി എമ്പുരാൻ ഏത് പോസ്റ്റും, എമ്പുരാൻ മൂവിയുടെ ഭാഗമായിട്ട് ഇറങ്ങിയ ഏത് പ്രൊമോഷൻ പോസ്റ്റും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനൊരു ഗൈഡ് ലൈൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ ഏത് സിനിമയും കീപ്പ് ചെയ്യുന്ന പോലെ അതില് നമ്മളെ എന്താ പറയാ, പ്രൊഡക്ഷൻ കമ്പനികളുടെ പേര്, പിന്നെ താഴെ ഒരു ടാഗ് ലൈന്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് എല്ലാ പോസ്റ്റും ഇന്നേ വരെ ഇറങ്ങിയത്. എന്നാൽ ഇന്നലെ പൃഥ്വിരാജ് അപ്ലോഡ് ചെയ്ത പോസ്റ്റിൽ ആ ജസ്റ്റ് ഒരു ഫോട്ടോ, ലാലേട്ടന്റെ ആ ഫോട്ടോയും അതിനുള്ളിൽ എഴുതിയ ആ സെന്റൻസ് ഉള്ളത്. ആ സെന്റൻസിനെ പറ്റി ഞാൻ ഇന്നലെ സംസാരിച്ചു. അതിലെ രണ്ടും അർത്ഥത്തിൽ നമുക്ക് കാണാതിനെ പറ്റി ഇന്നലെ സംസാരിച്ചാണ്. അപ്പം വേറൊരു കാര്യം എന്താ വെച്ചാല്, ഇന്നലെ ആ പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്യുമ്പോൾ, ഇന്നലെ 12 മണിത്തെ കാര്യം ഞാൻ പറഞ്ഞത്, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. അപ്പം വെറും ആ പോസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിന്റെ താഴെ ഒരു ടാഗ് ലൈൻ ഒന്നുമില്ല. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ നമ്മുടെ ടോവിൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ടോവിനെ ഷെയർ ചെയ്തപ്പം അതിന്റെ താഴെ ഒരു ടാഗ് ലൈൻ വന്നിട്ടുണ്ട് പുതിയത്. അപ്പൊ ഞാൻ ജസ്റ്റ് പൃഥ്വിരാജിന്റെ അക്കൗണ്ടിൽ പിന്നെയും കയറി നോക്കിയപ്പോ അവിടെ ആ ടാഗ് ലൈൻ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ, സംതിങ് ഫിഷി ഇൻ ദ സെൻസ്, നമ്മൾ ധരിച്ച ഒരുപാട് കാര്യങ്ങൾ സത്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ, എനിക്ക് തോന്നിയ ആ ഒരു നെഗറ്റീവ് തോട്ടിൽ തോന്നിയ കാര്യങ്ങളും അതും സത്യമാണെന്ന് എനിക്കിപ്പം തോന്നുന്നു. കാരണം തന്നെ ഇന്നലെ പൃഥ്വിരാജ് പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ആ ടാഗ്ലൈൻ അവിടെ ഇല്ല, ഇപ്പൊ ആ ടാഗ്ലൈൻ അവിടെ ഉണ്ട്. അപ്പൊ ആ ടാഗ്ലൈൻ കൂടെയാണ് ഇന്നലെ പൃഥ്വിരാജ് ആ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഒരു നെഗറ്റീവ് തോട്ട് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യൂല. ഇപ്പൊ ആ പോസ്റ്റിന് താഴെയുള്ള സെന്റൻസ് ഞാൻ വായിക്കാം. അത് കണ്ടാൽ പിന്നെ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്, ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയില് നമ്മൾ ആ ഫോട്ടോ, ആ പോസ്റ്റിന്റെ ഉള്ളിൽ, ആ ഫോട്ടോയ്ക്ക് ഉള്ളിൽ എഴുതിയ സെന്റൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇന്നലെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇപ്പം താഴെ അതിൽ ഉള്ള ടാഗ് ലൈൻ എന്താണെന്ന് വെച്ചാല്, ദ ഗ്രേറ്റസ്റ്റ് ട്രിക്ക് ദ ഡെവിൾ എവർ പുൾഡ് വാസ് കൺവിൻസിങ് ദ വേൾഡ് ഹി ഡസന്റ് എക്സിസ്റ്റ്. അപ്പം ഈ ഒരു ടാഗ് ലൈൻ ഇന്നലെ ഞാനത് കണ്ടിരുന്നെങ്കിൽ, അത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ടാഗ് ലൈനോടെയാണ് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, പിന്നെ ഇന്നലെ ഞാൻ ചെയ്ത ആ ഒരു നെഗറ്റീവ് തോട്ടിന്റെ ആ വീഡിയോക്കുള്ള പ്രസക്തി ഇല്ല അവിടെ. പക്ഷെ അത് അവിടെ ഇല്ലായിരുന്നു, അത് പിന്നെ വന്നതാണ്. ആ സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്തു ഓൾറെഡി. ഇപ്പൊ ഈ ടാഗ് ലൈനിൽ ഇത് കേട്ടാൽ നമുക്ക് അതൊരു പ്രൊമോഷൻ തന്ത്രമായിട്ടോ, ഇത്ര കാലം മിണ്ടാതിരുന്നത്, അവരൊന്നും ചെയ്യാതിരുന്നത്, സൈലന്റ് ആയിരുന്നത്, അതൊരു പ്രൊമോഷനായിട്ട് എങ്ങനെ വേണമെങ്കിലും കാണാം. കാരണം ഒരു ഡെവിളിന്റെ ഒരു ട്രിക്ക്, ഒരു ഗ്രേറ്റസ്റ്റ് ട്രിക്ക് ആയിട്ടാണ് പറയുന്നത്. എന്താണ്, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. എനിക്ക് തോന്നുന്നു ഇത് ലൂസിഫർ സിനിമയിൽ എവിടേക്കോ പരാമർശിച്ച പോലെ തോന്നുന്നു. കാരണം ആ ഒരു എക്സിസ്റ്റൻസെ അവിടെ ഇല്ലാന്ന് തോന്നിപ്പിക്കുന്നതാണ് ഒരു ഡെവിൾ ചെയ്യുന്ന ഏറ്റവും വലിയ ട്രിക്ക് എന്ന്. അപ്പൊ 24-ാം തീയതി ശേഷം ഒരു പോസ്റ്റോ ഒന്നും വരാത്തത്, പറഞ്ഞ ആ ഒരു ഗ്യാപ്പ് ഈ ഒരു ടാഗ് ലൈനോടുകൂടി അവിടെ ഫില്ല് ആവാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റില് ജസ്റ്റ് ഒരു പോസ്റ്റ് മാത്രമാണ്. അതില് ഒരു പ്രൊഡക്ഷൻസിന്റെ, അതായത് യൂഷ്വലി എംപുരാന്റെ പ്രൊമോഷൻ ചെയ്യുന്ന പോസ്റ്റുകൾക്ക് ഉണ്ടാവുന്ന 2 പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഗോയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഈ പോസ്റ്റില്ലാത്തത് തന്നെയാണ് എന്താ പറയാ, സംതിങ് ഫിഷി ആയിട്ട്, സംതിങ് അബ്നോർമൽ ആയിട്ട് എനിക്ക് തോന്നാനുള്ള കാരണം. അപ്പം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് നോക്കുമ്പോൾ അതിൽ പറയുന്നത് എന്താ, കിട്ടുന്ന വിവരങ്ങളും കാര്യങ്ങളും ചാനലുകളിൽ പോലും, ചില ചാനലുകളിൽ പോലും കാണിക്കുന്നത് എന്താ വെച്ചാല്, ലൈക്ക ഇതൊന്ന് പിന്മാറി എന്നാണ്. ലൈക്ക ഇതൊന്ന് പിന്മാറി, പകരം ഗോകുലം മൂവീസ് ഇന്നാണ്. ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ആയിരുന്നു. അതിൽ ചെറിയ ഇപ്പോഴും ഇതൊന്നും നമ്മൾ എന്താ പറയാ, സിനിമേന്റെ അണിയർ പ്രവർത്തകര് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു ട്രെയിലർ ലോഞ്ചിൽ വന്നിട്ട് ലൈക്ക് അല്ലാന്ന് നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ഇപ്പം കേൾക്കുന്ന ന്യൂസിൽ എന്താ വെച്ചാല്, ഗോകുലം മൂവീസ് ആശീർവാദമായിട്ട് കൈകോർത്തിട്ടാണ് എംപുരാനി മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്, എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ടീസർ ലോഞ്ച് വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ലൈക്ക പ്രൊഡക്ഷൻസ് എല്ലാവരും അവിടെ സ്റ്റേജിൽ വന്ന് സംസാരിച്ചാണ്. ബട്ട് അന്ന് വിടാമുയർച്ചി ഇറങ്ങിയിരുന്നില്ല. വിടാമുയർച്ചി ഇറങ്ങിയതിന് ശേഷം അതൊരു വലിയ പരാജയമാണ്. പ്രതീക്ഷിക്കാൻ അപ്പുറത്തുള്ള ഒരു പരാജയമാണ് അവർക്ക് കൊടുത്തത്. സോ അതിനുശേഷം എന്തൊക്കെയോ നമുക്കറിയില്ല, പല കാര്യങ്ങളും ഡു വെൽ എന്തെങ്കിലും ആയിരിക്കും ലൈക്കിനെ സംബന്ധിച്ചിടത്തോളം. സോ
അതിനുശേഷം ഉണ്ടായ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർ മേ ബി ഇതിന് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചതോ. അതൊന്നും ക്ലിയർ അല്ല. എന്നാൽ പോലും ഒരു കാര്യം ഇപ്പൊ ഏകദേശം 99% ഉറപ്പായത്, ലൈക്ക ഇനി എമ്പുരാനുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നും പകരം ഗോകുലം മൂവീസ് നമ്മളെ സിനിമയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞ 1-2-3 വീഡിയോയിൽ പറഞ്ഞ ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ അതിലും സത്യമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വിചാരിച്ചാല് നിങ്ങൾ കമന്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.